തീർച്ചയായും 4 വർഷത്തോളം കഴിഞ്ഞു വയറ്റിന്ന് കത്രിക എടുത്തിട്ട് 8 വർഷത്തോളമായി അതിൻ്റെ ദുരിതം അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എടുത്ത് ഒരു 2 മാസത്തിനുള്ളിൽ ആരോഗ്യമന്ത്രി നമുക്ക് ഉറപ്പ് തന്നതാണ് പരിഹാരം. പിന്നെ നമ്മൾ എന്നിട്ട് പരിഹാരമാകാത്തത് തുടർന്ന് സമരത്തിലിറങ്ങിയതിന് ശേഷമാണ് ആരോഗ്യമന്ത്രി സമരപന്തലിലെത്തിയിട്ട് കെട്ടിപ്പിടിച്ചുമ്മ വെച്ച് അർഷിനക്ക് പരിഹാരം ഉണ്ടാവും, നഷ്ടപരിഹാരവും ഇത് ചെയ്തവർക്കെതിരെ നടപടിയും ഉറപ്പ് തന്ന് നമ്മൾ ആ ഒരു ഫസ്റ്റിൽ ആദ്യത്തെ സമരം പിൻവലിക്കുന്ന അങ്ങനെ പറഞ്ഞു പോയ ആരോഗ്യമന്ത്രി ഈ 4 വർഷമായിട്ടും ഇതുവരെ ഒരു തരത്തിലുള്ളൊരു പരിഹാരം, ഒരു തരത്തിൽ നമുക്കൊരു പരിഹാരം തരാൻ തയ്യാറായിട്ടില്ല. പിന്നെ അതിനിടയ്ക്ക് നമ്മൾ രണ്ടാമത് സമരത്തിൽ ഇറങ്ങും എന്നുള്ള അവസ്ഥയിൽ ഇത്രയും 5 വർഷം നമ്മൾ വയറിൽ കൊണ്ടുനടന്ന് പലതരം ചികിത്സകൾ നടത്തി. അതിനുശേഷം 8 വർഷത്തോളമായി ഇപ്പോഴും ചികിത്സയിലാണ്. ഇനി മരണം വരെ ഒരു പക്ഷേ ചികിത്സ ആവശ്യമുണ്ട്. നമുക്ക് അത് തരണ്ടായ പല തരത്തിലുള്ള നഷ്ടങ്ങൾ, നമ്മളെ ജോലി, ഞങ്ങൾക്കുണ്ടായ പല തരത്തിലുള്ള നഷ്ടങ്ങൾ എല്ലാം വിലയിരുത്തിയിട്ട് 2 ലക്ഷം രൂപ നമുക്ക് നഷ്ടപരിഹാരം പ്രഖ്യാപിച്ചു. അതൊരു തരത്തിലും പര്യാപ്തമാകത്തോണ്ട് നമ്മൾ വാങ്ങിയിട്ടില്ല. നമുക്കത് വേണ്ട, പൈസ വാങ്ങിയിട്ടില്ല, 2 ലക്ഷം രൂപ വാങ്ങിയിട്ടില്ല. ഞങ്ങൾക്ക് തക്കതായ ഇത് നഷ്ടത്തിന് പരിഹാരമാവുന്ന രൂപത്തിലൊരു പരിഹാരം വേണമെന്ന് പറഞ്ഞു. പക്ഷേ ഇന്ന് വരെ ഒരു തരത്തിലുള്ള പരിഹാരം ആയിട്ടുമില്ല. നമ്മൾ എപ്പോൾ ചോദിച്ചാൽ ആര് ചോദിച്ചാലും ഹർഷനൻ്റെ കൂടെയാണ്, സർക്കാർ ഹർഷനൻ്റെ കൂടെയാണ്, എല്ലാം കൊണ്ടും സർക്കാർ ഹർഷനൻ്റെ കൂടെയാണെന്നുള്ള വാക്കുകൾ മാത്രം, അല്ലാതെ ഒരു തരത്തിലുള്ള പരിഹാരം നൽകാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. അല്ലെങ്കിൽ ഞങ്ങൾ നൽകൂല എന്നുള്ളതെങ്കിലും ഒന്ന് മനസ്സ് തുറന്ന് സമ്മതിക്കാനുള്ളൊരു ഇതുപോലും അവരിതുവരെ കാണിച്ചിട്ടില്ല എന്നുള്ളത്. ഇപ്പോഴത്തെ നിയമ നടപടി, ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടിയുടെ സ്ഥിതി എന്താണ്? ഈ പോലീസ് അത്രയും എഫേർട്ട് എടുത്ത് ഇത്രയും വ്യക്തമായ തെളിവുകളോടും സാക്ഷിമൊഴികളോടും കൂടി ഇത് കുറ്റപത്രം സമർപ്പിച്ച് കഴിഞ്ഞിട്ട് ഇപ്പം 2 വർഷം കഴിഞ്ഞു. എന്നിട്ട് അത് വിചാരണ തുടങ്ങാനിരിക്കുന്ന സമയത്ത് നമ്മൾ പോലും അറിയാതെ നമുക്ക് വേണ്ടി ഹൈക്കോടതിയിൽ ഗവൺമെൻറ് പ്രോസിക്യൂട്ടറായി ഹാജരാകേണ്ടിയിരുന്നത്. പക്ഷേ നമ്മൾ അറിയ പോലും ചെയ്തില്ല. നമ്മളൊരു വാദം അവിടെ നടന്നിട്ടില്ല എന്ന് ഉറപ്പാണ്. കാരണം അത്രയും വ്യക്തമായ തെളിവുകളുള്ള ഈ ഒരു കേസിന് ഒരിക്കലും അത് സ്റ്റേ ആവില്ല എന്നാണ്. അപ്പോൾ ഡോക്ടേഴ്സ് അവർ നിരപരാധികളാണെന്ന് പറഞ്ഞു കൊടുത്ത ആ ഒരു ഇതുമേൽ സ്റ്റേ ആയി നമുക്ക് നോട്ടീസ് വന്നതിന് ശേഷം നമ്മൾ അറിയുന്നത് പോലും. അത് ഇതുവരെ ഇപ്പം റീഓപ്പൺ ചെയ്യാനുള്ള ഒരു ജനുവരി 31 ഹിയറിംഗ് ഉണ്ടെന്നാണ് പറഞ്ഞത്. അത് നമ്മൾ പൈസ കൊടുത്ത് വക്കീലിനെ വെച്ച് ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. എത്ര വർഷമായി ഇങ്ങനെ സമരം തുടങ്ങിയിട്ട്? സമരം തുടങ്ങിയിട്ട് 3 വർഷമായി, 3.5 വർഷത്തോളമായി. കാരണം ഒരു 6 മാസം കഴിഞ്ഞിട്ടും ഒരു തരത്തിലുള്ള നീതി ആയില്ല എന്ന് കണ്ടപ്പോൾ സമരത്തിലേക്ക് ഇറങ്ങേണ്ടി അവർ സമരത്തിലേക്ക് നമ്മളെ തെരുവിലേക്ക് ഇറക്കിയതാണ്. അല്ലെങ്കിൽ കോളേജിൽ മുൻപ് നടത്തിയ സമരം അവസാനിപ്പിക്കുന്നത് ഏത് ഘട്ടത്തിലായിരുന്നു? പോലീസ് അത്രയും വ്യക്തമായി കുറ്റപത്രം സമർപ്പിച്ചു. ഇനി കോടതിയിൽ അല്ലെങ്കിൽ റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞ മന്ത്രിയല്ലേ, അപ്പോൾ റിപ്പോർട്ടുകളും കുറ്റപത്രം സമർപ്പിച്ച് ഈ ഡോക്ടേഴ്സ് കുറ്റക്കാരാണെന്നും മെഡിക്കൽ കോളേജിലാണ് സംഭവിച്ചതെന്നും 2 ഡോക്ടേഴ്സും 2 സ്റ്റാഫ് നഴ്സും കുറ്റക്കാരാണെന്ന് അടക്കം തെളിയിച്ച് കഴിഞ്ഞ സാഹചര്യത്തിൽ എന്തെങ്കിലും ഒരു പരിഹാരം ഉണ്ടാകുന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് നമ്മൾ ആ ഒരു സമരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഒരു തരത്തിലുള്ള ഒരു പരിഹാരം ഉണ്ടായില്ല. നമ്മളെ ശരിക്കും പറഞ്ഞ് പറ്റിച്ചു. എന്താണ് ഒരു കാരണം എന്ന് കൂടി നമ്മളോട് വ്യക്തമാക്കാതാണ് ഇത്രയും കാലം നമ്മളെ പറ്റിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കേരളം നമ്പർ 1 ഇങ്ങനെ തള്ളാന്നല്ലാതെ നിരന്തരം പല രൂപത്തിൽ പിഴവുകൾ വരിക, എല്ലാത്തിനും റിപ്പോർട്ട് തേടൽ മാത്രമേ നമ്മളിപ്പോഴും കാണുന്നുള്ളൂ. നമ്മളെ കാര്യത്തിലും ഒരുപാട് റിപ്പോർട്ടുകൾ തേടിയെന്നല്ലാതെ അതിനൊന്നും പുറത്തേക്ക് ആ റിപ്പോർട്ടുകൾ വന്നിട്ടില്ല. അർഷിനക്കൊപ്പമാണെന്നുള്ള സർക്കാർ വാദം അത് വെറും വാക്കാണെന്നാണ് അർഷിന പറയുന്നത്. ക്യാമറ പേഴ്സൺ സാദിഖ് പാറക്കലിനൊപ്പം സഫാൻ VP, മീഡിയ 1, തിരുവനന്തപുരം.